യുവായുടെ എല്ലാ മെമ്പേഴ്സും ജോയിൻ ചെയ്തു. അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് പുതുതായിട്ട് വന്നിട്ടുള്ളവരെ ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ്. എല്ലാ ട്യൂസ്ഡേയിലും ഈവനിങ്ങിൽ നമുക്ക് യുവാടെ ഇങ്ങനൊരു സെഷനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സെഷൻ ബ്ലെസ്സിങ് ആയി തീരട്ടെ. എല്ലാ ട്യൂസ്ഡേ ഈവനിങ് 9 o'clock നമ്മളിങ്ങനെ ഒരു ഗസ്റ്റിനെ സ്പെഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് ലൈഫ് എക്സ്പീരിയൻസൊക്കെ കേൾക്കുന്ന ഒരു സമയമാണ്. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റുണ്ട്. പ്രിയ ടൈറ്റസ് തോമസിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ യുവായുടെ കോർ മെമ്പേഴ്സിൽ ഒരാളാണ് ഷിബിൻ ബ്രദറാണ് ടൈറ്റസ് ബ്രദറിൻ്റെ നമ്പർ തന്നത്. എന്നാൽ അതിനൊക്കെ ഒത്തിരി മുമ്പേ നമ്മുടെ യുവായുടെ മറ്റൊരു കോർ മെമ്പർ, നമ്മുടെ ലീഡർഷിപ്പിലുള്ള സ്റ്റെഫി മോള് ടൈറ്റസ് ബ്രദറിനെ കുറിച്ച് എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു സെഷന് കൊണ്ടുവരണമെന്നൊക്കെ സ്റ്റെഫി പറഞ്ഞിട്ടുണ്ട്. ആ സമയം മുതലൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹിച്ച ഒരു സെഷനാണ്. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്ന വളരെ വ്യത്യസ്തമാകുന്ന രീതിയിൽ യൗവനക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ്. തുടർന്നുള്ള സമയങ്ങൾ തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നും തന്നെ ദൈവം നിയോഗിക്കുന്ന ആ വിധത്തിൽ ഇന്ന് നമ്മുടെ യൗവനക്കാരോട് സംസാരിക്കും. വളരെ സ്നേഹത്തോടു കൂടെ പ്രിയപ്പെട്ട ടൈറ്റസ് തോമസിനെ സ്വാഗതം ചെയ്യുകയാണ്. പരിചയപ്പെടുത്തും, അതുപോലെ തന്നെ ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവെക്കും. കേൾക്കാൻ ഞങ്ങൾ റെഡിയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ഓവർ ടു ബ്രദർ ടൈറ്റസ് തോമസ്. താങ്ക് യു. ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലേ? കേൾക്കാം. അതെ, താങ്ക് യു. പ്രത്യേകിച്ച് ഫിനിഷാനോടും ഈ ടീമിനോടും ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിനും എന്നെ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ ഇങ്ങനെ സംസാരിക്കാൻ ഇൻവൈറ്റ് ചെയ്തതിൽ നിങ്ങളോടുള്ള നന്ദി പറയുന്നു. എൻ്റെ പേര് പറഞ്ഞ പോലെ ടൈറ്റസ് തോമസ് എന്നാണ്. പപ്പ ഒരു പാസ്റ്ററാണ്. ഇപ്പം വയനാട്ടില് ബത്തേരിയില് ചർച്ച് ഓഫ് ഗോഡിനോടുള്ള ബന്ധത്തിൽ അവിടെ സുവിശേഷ വേലയിലായിരിക്കുന്നു. അമ്മയും പപ്പയുമാണ് വയനാട്ടിലുള്ളത്. എനിക്ക് 2 സഹോദരിമാരാണ്. മൂത്ത സിസ്റ്ററും ഞാനും ട്വിൻസ് ആണ്. ഇളയ ഒരു പെങ്ങളോടുണ്ട്. മൂത്ത സഹോദരി അക്സ എന്ന് പേര്. ഹസ്ബൻഡ് ജോജാൻ. അവർ കുടുംബമായിട്ട് മോനുണ്ട്. അവർ ഫാമിലിയായിട്ട് UK-യിലാണ്. ഇളയ സിസ്റ്റർ നിസി, ഹസ്ബൻഡ് സാം, അവർ ഫാമിലിയായിട്ട് കോഴിക്കോട്ടുണ്ട്. ഞാൻ വിവാഹിതനാണ്. പത്തനാപുരത്ത് നിന്ന് ലിൻസി, പത്തനാപുരം സ്വദേശിയായ ലിൻസിയാണ് എൻ്റെ വൈഫ്. ഞാൻ +1 തുടങ്ങി സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നു. പ്രത്യേകിച്ച് ദൈവം എന്നെ അങ്ങനെ കൊണ്ടെത്തിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ ശുശ്രൂഷിക്കാനായിട്ട് ദൈവത്തിന്റെ കോള് കറക്റ്റായിട്ട് തന്ന് എന്നെ ആ സ്ഥലത്താക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലായിടത്തും പോകുമ്പോൾ പറയുന്ന പോലെ ദൂതനൊന്നുമല്ല. ഒത്തിരി വീഴ്ചകളും താഴ്ചകളും തെറ്റുകളും കുറവുകളും ഒക്കെ ഉള്ള മനുഷ്യൻ തന്നെയാണ്. പക്ഷെ ഇതിന്റെ നടുവിലെല്ലാം ദൈവം ഏൽപ്പിച്ച കോളിനകത്ത് റെക്കഗ്നൈസ് ചെയ്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് കുറെയൊക്കെ ഒത്തിരി പേരുടെ ലൈഫിനെ ഒക്കെ പണിയാൻ ദൈവം ഉപയോഗിച്ചു എന്നുള്ളത് പറയാൻ പറ്റും. ഞാനൊരു വാക്യം വായിച്ചതിന് ശേഷം, അത് പ്രസംഗിക്കാനൊന്നുമല്ല, ഒരു വാക്യം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, ബൈബിളിലെ എല്ലാ വാക്യങ്ങളും നമ്മളെ എൻകറേജ് ചെയ്യുന്നതാണ്. പക്ഷെ പ്രത്യേകിച്ച് എൻ്റെ ഈ കോളിനകത്ത് എന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് ദൈവം എനിക്ക് തന്ന ഒരു വാക്യമാണ്. റോമൻസ് ചാപ്റ്റർ 8:28. റോമലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം. നമുക്ക് എല്ലാവർക്കും കാണാൻ അറിയുന്ന വാക്യം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ദോസ് ഹു കോൾ ഫോർ പർപ്പസ് എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ഉദ്ദേശപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം നന്മയ്ക്കായിട്ട്. ഞാൻ എൻ്റെ ചെറിയ പ്രായം തുടങ്ങി പാഴ്സനേജുകളിലാണ് ജീവിച്ചതും വളർന്നതെല്ലാം. ചർച്ചിനോട് ചേർന്നുള്ള ഈ പാഴ്സനേജുകൾക്ക് ശരിക്കും ഒത്തിരി തിക്താനുഭവങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആത്മീയമായിരിക്കുന്ന കാര്യങ്ങൾ അവിടെ നടക്കുമ്പോൾ നമ്മൾ ആ നിലയിൽ നമ്മുടെ മനസ്സിനെ ഒരുക്കുന്നില്ലെങ്കിൽ ഒത്തിരി ചലഞ്ചസ് നമ്മൾ നേരിടും. ആ നിലകളിൽ നേരിടും. ഞാനും എൻ്റെ കൗമാരവും ബാല്യവും ഒക്കെ ആ നിലകളിലുള്ള ചലഞ്ചസുകൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ പിതാവ് വളരെ സൗഹൃദമായിട്ട് എന്നോട് കാര്യങ്ങൾ എപ്പോഴും സംസാരിക്കുകയും ഞങ്ങൾ തമ്മിൽ ആ ഒരു റിലേഷൻ ഇന്നും സൗഹൃദം, അപ്പനും മകനും എന്നുള്ള ആ ഗൗരവമുള്ള റിലേഷനിൽ അങ്ങനെ മസിൽ പിടിച്ചിരിക്കാനൊന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ പല പ്രാവശ്യം അത്താഴത്തിൽ ഇരിക്കുമ്പോഴൊക്കെ എൻ്റെ അപ്പയോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങത്തില്ല. ഈ ലോകത്ത് ഒരു പണി എനിക്ക് കിട്ടിയില്ലെങ്കിലും ഞാൻ ഒരിക്കലും സുവിശേഷ വേലയ്ക്ക് ഇറങ്ങത്തില്ല. ഇത് ഞാൻ എത്ര പ്രാവശ്യം എൻ്റെ പപ്പയോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം.
അത് പപ്പ ജീവിതത്തിൽ നേരിടുന്ന സ്ട്രഗിൾ കണ്ടതുകൊണ്ട് മാത്രമല്ല, ഒത്തിരി റിയൽ ഫേസസ് കണ്ടതുകൊണ്ടും കൂടെയാണ്. ഞാൻ അതിന്റെ ഡെപ്തിലോട്ടൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നമ്മുടെ ഈ മീറ്റിംഗ് ഒരു പോസിറ്റീവ് ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. അപ്പം ഒത്തിരി അങ്ങ് നെഗറ്റീവ് പറഞ്ഞ് അങ്ങനെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എനിവേ, ജീവിതത്തില് സുവിശേഷ വേല ചെയ്യത്തില്ലെന്ന് തീരുമാനിച്ച ഞാൻ ഇങ്ങനെ ഇന്ന് വിദ്യാർത്ഥി സമൂഹത്തെ സേവിക്കുന്ന ഒരു സുവിശേഷകനായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന് എന്നെക്കുറിച്ച് അങ്ങനെ ഒരു ഹിതം ഉണ്ടായിരുന്നു, ദൈവത്തിന് അങ്ങനെ എന്നെക്കുറിച്ച് കൃപ തോന്നി എന്ന് പൂർണ്ണ വിനയത്തോടെ പറയുന്നതും സമ്മതിക്കുന്നതായിരിക്കും ഒത്തിരി നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ദൈവം എന്താ എന്നെ ഏൽപ്പിച്ചേക്കുന്നതെന്ന് അറിയാൻ ഇന്നും രാത്രിയിൽ അങ്ങനെ ഒരു സംശയത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ലൈഫിനെ കൊടുത്താൽ മതി. കർത്താവ് നമ്മുടെ ലൈഫിനെ ലീഡ് ചെയ്യും. ഞാൻ പഠിക്കാനൊക്കെ ഭയങ്കര ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു, അത്ര ബ്രില്യൻ്റ് ഒന്നും അല്ലായിരുന്നു. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് പഠിക്കാനൊക്കെ. മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സാധനവും ഞാനും തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ട്. അപ്പം എത്ര കുഞ്ഞുങ്ങൾ ഇപ്പോൾ ലൈവിൽ കേൾക്കുമ്പോൾ തന്നെ അവരെത്ര പേര് ഇന്നും മാത്സിനോട് യുദ്ധം ഇടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ഒരാളായിരുന്നു ഞാനും. എത്ര ട്യൂഷൻ മാറി സാറുമാരെ മാറി മാറി എൻ്റെ അപ്പയും അമ്മയും പരീക്ഷിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. എഡ്യൂക്കേഷൻ ഒരു ഭാഗത്ത് ഭയങ്കര ഒരു സ്ട്രഗിളിലൂടെ പോകുന്നു. പ്രത്യേകിച്ച് പറയത്തക്ക ടാലന്റുകളൊന്നുമില്ല, അങ്ങനെ എടുത്തു പറയത്തക്ക ടാലന്റുകളൊന്നുമില്ല. ഒന്നും എങ്ങും എത്തപ്പെടാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു കൗമാര നിരാശയിലൂടെ ഞാനിങ്ങനെ പോകുന്നൊരു സമയമാണ്. എൻ്റെ ജീവിതത്തിൽ നിർണായകമായ കാര്യങ്ങൾ നടക്കുന്ന സമയമായിരുന്നു 10ാം ക്ലാസ്സിലെ പരീക്ഷയോടനുബന്ധിച്ചുള്ള എൻ്റെ 15ാമത്തെ വയസ്സിലാണ് ഞാൻ സ്വന്തമായിട്ട് ദൈവത്തെ ആശ്രയിക്കാനായിട്ട് പഠിച്ചതും പരിശീലിച്ചു തുടങ്ങിയത്. അതുവരെ അപ്പൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കും, അമ്മ പറഞ്ഞാൽ പോയിരുന്ന പ്രാർത്ഥിക്കും, വീട്ടിൽ എല്ലാവരും കൂടെ പ്രാർത്ഥിക്കാനിരുന്നാൽ പ്രാർത്ഥിക്കും, ഇങ്ങനെയൊക്കെയാണ്. അതിനൊരു കാരണമുണ്ട്. 10ാം ക്ലാസ്സിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ട്വിൻ സിസ്റ്റർ എന്ന് പറഞ്ഞല്ലോ, അവള് നന്നായിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടായിരുന്നു. ഈ ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും ഒക്കെ സാറുമാര് പേപ്പറുമായിട്ട് ക്ലാസ്സിൽ വരുമ്പോൾ ഈ പേപ്പർ തരുന്ന സമയത്ത് നമ്മളെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ടൊരു ജഡ്ജ്മെന്റ് ഉണ്ട് അവരുടെ. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ തൊലി ഉരിഞ്ഞു പോകും. അത് പ്രത്യേകിച്ച് എൻ്റെ ട്വിൻ സിസ്റ്റർ എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നുണ്ട്, അവൾക്ക് നല്ല മാർക്കുകളുണ്ട് എല്ലാത്തിനും, പഠിക്കാനും ബ്രില്യൻ്റാ. അവള് എബോവ് ആവറേജ്, ഞാൻ നേരെ ഓപ്പോസിറ്റ്. അപ്പം ഈ കോമൺ കമന്റ്സ് ഉണ്ട്, എല്ലാ സാറുമാരും ഒരുപോലെ പേപ്പർ തന്നിട്ട് നിങ്ങൾ ഒരു വീട്ടിൽ നിന്നല്ലേ വരുന്നേ, ഇവളെന്താ നല്ല മാർക്ക് വാങ്ങുന്നുണ്ട്, നിനക്ക് പഠിത്തം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് പശുവിനെ നോക്കാൻ പോണോടാ, എന്താടാന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ കളിയാക്കുന്ന ഒത്തിരി ടേംസ് ഉണ്ട്. ഈ ഒരു റീസൺ കാരണം ഞാൻ ദൈവത്തോട് ഒത്തിരി അടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. എന്താ, വേറൊന്നുമല്ല, എനിക്ക് എങ്ങനെയും 10ാം ക്ലാസ് ജയിക്കണം. 10ാം ക്ലാസ് ജയിക്കണം എന്നുള്ള കാരണം കൊണ്ട് ഞാൻ ദൈവത്തോട് ഒത്തിരി ക്ലോസ് ആയി. ഞങ്ങളുടെ സ്കൂളില് അന്ന് ഞങ്ങള് പപ്പ മലപ്പുറത്താണ് സുവിശേഷ വേല ചെയ്യുന്നത്. പാലയമാട് SVHSS എന്ന് പറയുന്ന സ്കൂളിലാണ് ഞാൻ 10ാം ക്ലാസ് ആ സമയത്ത് പഠിക്കുന്നത്. കേരളത്തിലെ ഒരു ഫെമിലിയർ സ്കൂളാണത്. ഒത്തിരി വിദ്യാർത്ഥികൾ ആ സമയത്ത്, ഞങ്ങൾ 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളായിരുന്നു. ഈ സ്കൂളില് പഠിക്കാൻ മോശമായിട്ടുള്ള കുട്ടികളെ തിരഞ്ഞെടുത്ത് SSLCക്ക് നൈറ്റ് ക്യാമ്പുകൾ സംഘടിപ്പിക്കും. ഈ നൈറ്റ് ക്യാമ്പിന്റെ ലക്ഷ്യം ബിലോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ എങ്ങനെയും 10ാം ക്ലാസ് ജയിപ്പിക്കാനായിട്ടുള്ളൊരു ശ്രമമാണ്, സാറുമാരുടെ അവസാനത്തെ ശ്രമമാണ്. എൻ്റെ വീട്ടില് ഈ കാര്യങ്ങൾ ഞങ്ങളുടെ അധ്യാപകർ ഡിസ്കസ് ചെയ്തു. അപ്പൊ എനിക്കും തോന്നി 10ാം ക്ലാസ് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ ക്യാമ്പിന് പോയി എങ്ങനെയും നിന്നലേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ആ ക്യാമ്പില്, നൈറ്റ് ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ക്ലാസ് റൂം തന്നെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. തുറന്ന ജനലും ഒക്കെ ഉള്ള ആ ക്ലാസ് റൂമിൽ ബെഞ്ചൊക്കെ അടുപ്പിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങണം രാത്രി. നല്ല തണുത്ത കാറ്റൊക്കെ ജനലിൽ കൂടെ അടിക്കും. ഇതെല്ലാം സഹിച്ച് ഇങ്ങനെ കിടന്നുറങ്ങണം. രാവിലെ സാറുമാരൊരു 5 മണിയാകുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ 5 മണിക്ക് എഴുന്നേക്കാത്ത ഞാനാണ് ആ ക്യാമ്പിൽ പോയിട്ട് 5 മണിക്ക് എഴുന്നേക്കാനിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, 5 മണിക്ക് എഴുന്നേക്കണം. രാത്രി ഒരു 11 മണി വരെ പഠിക്കാൻ അനുവാദമുള്ളൂ. 11 മണി കഴിയുമ്പോഴത്തേന് ലൈറ്റ് ഓഫ് ആകും. അത് കഴിഞ്ഞിട്ട് ആർക്ക് പഠിക്കണമെങ്കിൽ അവർ മെഴുകുതിരി വെട്ടത്തോ ഒക്കെ ഇരുന്നോണം. ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ദൈവത്തോട് അടുത്തു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ഹോൾ ടിക്കറ്റ് എടുത്തുകൊണ്ട് വെച്ചിട്ട് എൻ്റെ കൂട്ടുകാരെല്ലാവരും പല സ്ഥലത്തിരുന്ന് പഠിക്കുന്ന സമയത്തും ഞാനൊരു ഒഴിഞ്ഞ ക്ലാസ് റൂമിൽ പോയിരുന്ന് ഈ ഹോൾ ടിക്കറ്റിൽ കൈവച്ചിട്ട് എന്നും ഇരുന്ന് കരയുമായിരുന്നു. ദൈവമേ, ഞാനിവിടുന്ന് രക്ഷപ്പെടുവോ? എനിക്ക് എൻ്റെ സഹോദരി
നേടാൻ പോകുന്ന അത്രയും ഒരു വിജയം നേടാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു സക്സസ് ഉണ്ടാവും. ഇങ്ങനെ എല്ലാ ദിവസവും ഹോൾ ടിക്കറ്റിൽ കൈവച്ചിട്ട് ഞാൻ ഇങ്ങനെ കരയുമായിരുന്നു. രാത്രി ഫ്രണ്ട്സ് എല്ലാം ഉറങ്ങാൻ പോയാലും ഉറക്കം വരത്തില്ല. കാരണം പോർഷൻസ് ഉഴപ്പി നടന്നിട്ട് അവസാന സമയം പഠിക്കാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥിയാണ്. അപ്പോൾ അത്രയും കവർ ചെയ്യാൻ കിടക്കുന്നു. രാത്രി ഇരുന്ന് ഇതെല്ലാം പിന്നെ ഇരുന്ന് പഠിക്കും. പക്ഷേ ആ ക്യാമ്പില് ഭയങ്കരമായിട്ട് ഞാൻ ആരും പറയാതെ ദൈവത്തോട് ക്ലോസ് ആയി എന്ന് പറയും. എന്നോട് ആരും പ്രാർത്ഥിക്കാൻ പറയാതെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് നല്ലൊരു പരിശീലനമായിരുന്നു. എന്തായാലും 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് ഒക്കെ വന്ന് ഞാൻ തട്ടിയും മുട്ടിയും ജയിച്ചു. എൻ്റെ പെങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ആ സമയത്തേക്ക് പപ്പയ്ക്ക് മലപ്പുറത്തുനിന്ന് കൊല്ലം ജില്ലയിലേക്ക് ചർച്ചിന്റെ ട്രാൻസ്ഫർ ആയിട്ട് വന്നു. നമ്മുടെ ഫിന്നിച്ചാന്റെ നാട്ടിലാണ് ഞാൻ അതിനുശേഷം പഠിക്കുന്നത്. സോറി, ഫിന്നിച്ചാന്റെ അല്ല, ഫിന്നിച്ചാന്റെ വൈഫാന്ന് തോന്നുന്നു, പുനലൂർ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ആ സ്ഥലത്താണ് ഞാൻ +1ഉം +2 ഒക്കെ പഠിക്കുന്നത്. ഞാൻ അവിടെ വന്നപ്പോഴത്തന്നെ നടന്ന അടുത്തൊരു രസകരമായ സംഭവം, എന്നെ ദൈവം ഈ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവന്ന ഒരു വഴിയാണ് ഞാൻ ഈ പറയുന്നത്. ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതെന്തിനാ ഇതെല്ലാം ഞങ്ങളോട് പറയുന്നത്, ഇയാള് +2 എവിടെയെങ്കിലും പഠിച്ചെങ്കിൽ ഞങ്ങൾ എന്തോ? അല്ലല്ല, ഇതിനകത്തെല്ലാം ഒരു കണക്ഷൻ ഉണ്ട് കേട്ടോ. ഞാൻ +1 +2ന് അഡ്മിഷൻ കൊടുത്തു, എൻ്റെ സിസ്റ്ററും കൊടുത്തു. അവളുടെ മാർക്കിനനുസരിച്ച് അവൾക്ക് ഒരു സ്കൂളിൽ അഡ്മിഷൻ റെഡിയായി. ഞാൻ അപ്പോഴത്തേന് 10ാം ക്ലാസ് വരെ കണക്ക് പേടിയായതുകൊണ്ട് +1ന് എനിക്ക് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് മതി. ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിന്റെ പ്രത്യേകത കണക്കില്ല, ആർക്കും മാത്സ് പേടിക്കാതെ എടുക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ്. ഞാൻ അത് വീട്ടിൽ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. വീട്ടുകാർക്കും എൻ്റെ സ്ട്രഗിൾ അറിയാം, ഞാൻ മാത്സ് ഒക്കെ 10ാം ക്ലാസ് ജയിച്ചെങ്ങനെയാണ്. അപ്പം അവരത് സമ്മതിച്ചു. എന്തായാലും ഇതിന് അഡ്മിഷൻ നോക്കി നടന്ന് ഒറ്റ സ്കൂളിൽ ദൈവം സഹായിച്ച് എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് കേട്ടോ, ദൈവം സഹായിച്ച് എനിക്ക് ഒറ്റ സ്കൂളിലും അഡ്മിഷൻ കിട്ടിയില്ല. ലാസ്റ്റില് ഇന്നെന്ന് പറഞ്ഞാൽ ഇപ്പം പാരലൽ കോളേജുകളുടെ ഒക്കെ അനുവാദം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്നത് കൊണ്ട് ഞാൻ പഠിച്ച ആ കോളേജ് അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. പക്ഷെ ഇന്നും ആ കോളേജിന്റെ സ്ഥാപനം അവിടെ ഉണ്ട്. ഞാൻ പുനലൂർ കൂടെ പോകുമ്പോഴെല്ലാം ആ സ്ഥാപനം കാണാറുണ്ട്. പുനലൂർ മാർക്കറ്റിന്റെ സൈഡിലുള്ള കോളേജ് ഓഫ് കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പഴയ സ്ഥാപനം, അവിടെയാണ് ഞാൻ +1ന് +2ന് അവിടെ എൻ്റെ അപ്പനും ഞാനും കൂടെ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ എനിക്ക് ടെൻഷൻ ആയിരുന്നു, ഇവിടെ അഡ്മിഷൻ കിട്ടും, അവിടെ ആർക്കും അഡ്മിഷൻ കൊടുക്കും കേട്ടോ. അവിടെ കയറി ചെല്ലുന്ന ആർക്കും അഡ്മിഷൻ കൊടുക്കും, ഫീസ് കൊടുത്ത് പഠിച്ചാൽ മതി. എന്തുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ ഇറങ്ങി പോകുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ നോക്കുമ്പോൾ അഡ്മിഷൻ എടുത്തു, ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വേറൊന്നുമല്ല. എൻ്റെ പെങ്ങന്മാർ രണ്ടുപേരും യൂണിഫോം ഒക്കെ ഇട്ട് നല്ലപോലെ പോകുന്നു. എനിക്ക് പാരലൽ കോളേജ് ആയതുകൊണ്ട് യൂണിഫോം ഒന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടം കളർ ഡ്രസ് ഒക്കെ ഇടാനായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു യൂണിഫോം ഒക്കെ ഇട്ട് ID കാർഡൊക്കെ വെച്ച് പോകുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഈ കോളേജിൽ ആ പരിപാടി ഒന്നുമില്ല. ഏത് ഡ്രസ്സ് വേണേലും ഇടാം. രാവിലെ 9:30 to 3:30 ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു സ്കൂളിന്റെ അന്തരീക്ഷം ഒന്നുമല്ല. നന്നായിട്ട് ട്രെയിനിങ് നമുക്ക് തരും എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി ഒരു സ്കൂൾ അറ്റ്മോസ്ഫിയർ ഒന്നും ആ പാരലൽ കോളേജിലില്ല. അതിന്റെ കൂടെ ഞങ്ങളുടെ കോളേജിന് ഒരു ഇരട്ടപ്പേരുണ്ടായിരുന്നു. അതിന് കാരണം അവിടുത്തെ ഒരു ബേക്കറിയുടെ ബോർമ വന്നിട്ട് ഞങ്ങളുടെ കോളേജിന്റെ അടുത്തിരിക്കും. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ അടുത്തായിട്ട് ഇതിരിക്കുന്നത് കൊണ്ട് ഈ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ഇവരുടെ അടുക്കള ഇതിനടുത്തായതുകൊണ്ട് ഇതിനകത്തുനിന്നൊരു പുകക്കുഴലും മേളിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ മിക്കവാറും ഇവിടെ പലഹാരം ഉണ്ടാക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പുകയും പോകും. ഞങ്ങളുടെ ആ ബിൽഡിംഗ് ആണെങ്കിൽ മൊത്തം ഈ സിമെന്റ് കട്ട വെച്ചിട്ട് ടിൻ ഷീറ്റ് ഇട്ടേക്കോ. ഇത് മൊത്തത്തിൽ കണ്ട ഒരു അണ്ടിയാപ്പീസ് സെറ്റപ്പ്, ഒരു കാഷ്യൂനട്ട് ഫാക്ടറി സെറ്റപ്പാണ്. അപ്പം ഞങ്ങളുടെ കോളേജിനെ പറ്റിയിട്ടുള്ള ഇരട്ടപ്പേരും അങ്ങനെയാണ്, അണ്ടിയാപ്പീസ് എന്ന്. അപ്പം ഞങ്ങൾ രാവിലെ നല്ല കളർ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ബാഗൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ ഈ അടുത്ത സ്കൂളുകളിലെ പിള്ളേരൊക്കെ വന്ന് ഞങ്ങളെ ഭയങ്കര പുച്ഛമായിരുന്നു. കാരണം ഏത് കോളേജിൽ എവിടെ പഠിക്കുന്നത്, ഈ കോളേജ് അണ്ടിയാപ്പീസിലാണോ പഠിക്കുന്നത് പറഞ്ഞാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മളെ കളിയാക്കി ചിരിക്കും. അപ്പം ഞാൻ ഇതും കൂടെ ആയപ്പോഴത്തേന്റെ പിന്നെയും ഡൗൺ ആവാൻ തുടങ്ങി. ഞാൻ 10ാം ക്ലാസ്സിന്റെ അതേപോലെ തന്നെ പഠിത്തത്തിന്റെ അക്കാഡമിക് ഇയർ സ്റ്റാർട്ടിങ്ങിൽ വലിയ പഠിത്തം ശ്രദ്ധിക്കാതായി. പക്ഷേ കണക്കില്ല എന്നുള്ള ഒരു ധൈര്യത്തില് തിയറിയൊക്കെ പഠിച്ചിങ്ങനെ മുമ്പോട്ട് പോവുക. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിലും കണക്കില്ലെന്ന് ആശ്വസിച്ച് ചെന്ന് എന്നെ പേടിപ്പിക്കാനായിട്ട് എക്കണോമിക്സ് എന്നൊരു വില്ലൻ വന്നു. ഇതിനകത്ത് കണക്കുണ്ട്. അപ്പം പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പം പിന്നെ പന്തം കൊളുത്തി അല്ലെങ്കിലും ചെറിയ രീതിയിലൊരു പട വരുന്നുണ്ട്. അത് എക്കണോമിക്സിന്റെ പേരിലാണ്. ഞാൻ ഓർത്ത് ദൈവമേ, മാത്സ് അറിയാത്ത ഞാനിവിടെ വന്ന് ഇതെടുത്തതാ, ഇതിനകത്ത് മാത്സ് ഉണ്ടല്ലോ, എന്തോ ചെയ്യും, ഒരു ഐഡിയ ഇല്ല. കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ കളിയാക്കല്, നമുക്കൊരു സ്റ്റുഡന്റിന്റെ പ്രിവിലേജ് ഇല്ലെന്നുള്ളൊരു
ഒരു ഇന്നർ ഒരു തോട്ട്, ഇങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൂടെ പോവാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ വീട്ടിൽ ഇങ്ങനെ സിസ്റ്ററുമായിട്ടിരിക്കുന്ന സമയത്താണ് വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ജിഫി എന്ന് പറയുന്ന അച്ഛൻ ഞങ്ങളുടെ ചർച്ചുകൾ ഇങ്ങനെ വിസിറ്റ് ചെയ്ത് വരുന്ന വഴിക്ക് ഞങ്ങളുടെ ചർച്ചിലും പപ്പയുടെ കാണാൻ വേണ്ടി കയറിയതാണ്. പക്ഷെ അന്ന് പപ്പ മമ്മി ഒന്നും ഇല്ലായിരുന്നു. അവരേതോ വിസിറ്റിങ്ങിന് പോയപ്പോൾ ഞാനും എൻ്റെ മൂത്ത സിസ്റ്ററും കൂടെ അച്ഛനെ റിസീവ് ചെയ്തു, വെള്ളമൊക്കെ കൊടുത്തു, ഞങ്ങളുടെ പേരും പപ്പയുടെ പേരും ഫോൺ നമ്പറും ഒക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പുള്ളി ഇറങ്ങാൻ നേരത്തെ എന്നോട് ചോദിച്ചു, മോൻ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിക്കും? ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പുനലൂർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ പുള്ളി എൻ്റെ ഡീറ്റെയിൽസ് എടുത്തോണ്ട് പോയി. ഇതിനുശേഷം പുള്ളി നിരന്തരമായിട്ട് എന്നെ വിളിക്കുമായിരുന്നു. എനിക്കാണ് ഈ പുള്ളിക്കാരനോട് വലിയ താല്പര്യമൊന്നുമില്ല. അതിന് വേറൊന്നല്ല, കാരണം പുള്ളി ഇങ്ങനെ കണ്ടിന്യൂസ് കോൺടാക്ട് ചെയ്യുന്നതിന്റെ കാരണം എൻ്റെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു പ്രെയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെയും ഒരു പ്രെയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ പുള്ളി ICPF-ഉമായിട്ട് ബന്ധപ്പെട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഇതിനകത്ത് താല്പര്യമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ദേവദാസിന്റെ മോനാണ്, പെന്തിക്കോസിനകത്ത് ജനിച്ചു വളർന്നു. പക്ഷെ ഇതിന്റെ ഗുണമോ മണോ ഒന്നും കാണിക്കുന്നില്ല. ഒന്നും ആകെപ്പാടെ 10ാം ക്ലാസ് ജയിക്കാനായിട്ട് ദൈവത്തെ എങ്ങനെയോ ആശ്രയിച്ച് പിന്നെയും പഴയ പോലെ തന്നെ. ഈ ജീവിതം ഇങ്ങനെ പോകുന്ന സമയത്താണ് എൻ്റെ 15-16 വയസ്സൊക്കെ എൻ്റെ ജീവിതത്തിലെ നിർണായകമെന്ന് ഞാൻ പറയും. ദൈവം എന്നെ കോളിങ്ങിൽ ഉറപ്പിച്ച സമയങ്ങളെന്ന് ഞാൻ പറയും. മുമ്പോട്ട് പോകുന്ന സമയത്താണ് പെട്ടെന്ന് വളരെ യാദൃശ്യമായിട്ട് ICPF-ന്റെ ഒരു ക്യാമ്പ് വരുന്നു എന്ന് അറിഞ്ഞു. അപ്പം ഞങ്ങളെ ജിഫിച്ചാൻ ഇൻവൈറ്റ് ചെയ്തു. ഞാൻ ക്യാമ്പിന് പോകാനായിട്ട് ചെന്നപ്പം ഞങ്ങൾ വലിയൊരു ഗ്രൂപ്പ് ഉണ്ട്, അവിടെ ചെന്നു ക്യാമ്പ് അറ്റൻഡ് ചെയ്തു. ക്യാമ്പിലും എനിക്ക് പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. ഞാൻ എല്ലാ സെഷനും ഇരിക്കുന്നു, ഒറ്റ സെഷൻ വിടാതെ നോട്ട്സ് എല്ലാം എഴുതുന്നു. പക്ഷെ ജീവിതത്തിൽ പേഴ്സണലി ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. ക്യാമ്പ് തീരുന്നതിന്റെ സെക്കൻഡ് ലാസ്റ്റ് ഡേ നൈറ്റ് ടാരി സെഷൻ നല്ല രീതിയിൽ എല്ലാവരും ഭയങ്കരമായിട്ട് ദൈവസാന്നിധ്യം അനുഭവിക്കുക. എനിക്ക് മാത്രം പേഴ്സണലി ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഞാനിങ്ങനെ പ്രീച്ചേഴ്സ് പ്രീച്ച് ചെയ്യുന്ന ലീഡ് ചെയ്യുന്ന വർഷിപ്പ് ലീഡേഴ്സ് ഒക്കെ ലീഡ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട് റോയിൽ പോയി നിന്നിട്ട് കൈ ഇങ്ങനെ മലർത്തിയിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് അങ്ങയുടെ വേല ചെയ്യാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നെ ഏതെങ്കിലുമൊക്കെ നിലകളിൽ ദൈവമേ അങ്ങ് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇത്രയും പ്രാർത്ഥിച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഓൾ ഓഫ് എ സഡൻ ഞാൻ ഭയങ്കര ഒരു പ്രസൻസിനകത്ത് പോയി. പിന്നെ സംഭവിച്ചതൊന്നും എനിക്കറിയത്തില്ല. കുറെ നേരത്തേക്ക് എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു ഞാൻ എവിടെയായിരുന്നു. ആരാധനയുടെ ഒരു എൻഡിങ് വന്നപ്പോഴും എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. അതുപോലെ ഞാൻ കരയുക. എല്ലാവരും അവരവരുടെ ഡോർമെറ്ററികളിലേക്ക് ബെഡിലേക്കൊക്കെ പോയപ്പോഴും, ചരൽക്കൊന്ന് ക്യാമ്പ് സൈറ്റ് വന്നിട്ടുള്ളവർക്ക് അറിയാം, അവിടെ ഗാർഡൻ ഏരിയയിലെല്ലാം സിമെന്റ് ബെഞ്ചുകളുണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട്. ഞാൻ അതിന്റെ ഒരു കോർണറിൽ ഭയങ്കര ഒരു ഇരുട്ടത്ത് ആ ബെഞ്ചിൽ പോയിരുന്നിട്ട് ഇങ്ങനെ കരയുക. ഞാൻ 2 കാരണങ്ങൾ കൊണ്ടാണ് കരയുന്നത്. ഒന്ന്, എനിക്ക് ഇനിയും എന്തെങ്കിലും ദൈവത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്. 2, എൻ്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം ദൈവമേ ഞാൻ വേസ്റ്റ് ആക്കിയല്ലോ എന്നുള്ളത്. 15 വർഷം സ്കൂളിൽ പോയിട്ട് ഒരാളോട് പോലും സുവിശേഷം പറഞ്ഞിട്ടില്ല, ഒരാളെ പോലും ദൈവത്തിന്റെ സ്നേഹം അനുഭവിപ്പാൻ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ ഭയങ്കര ഒരു കുറ്റബോധം. ഇതെല്ലാം നിൽക്കുന്ന സമയം ആ ക്യാമ്പ് എന്നെ ഭയങ്കരമായിട്ട് പണി. ഞാൻ ജിഫ്റ്റാൻ വന്നിട്ട് ക്യാമ്പിന് ശേഷം എന്നോട് പറഞ്ഞു, മോനെ കോളേജിൽ നിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു പ്രയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം ഇൻട്രസ്റ്റിലൊന്നും മറുപടി കൊടുത്തില്ല, പഴയ പോലെ തന്നെ നിന്നു. പക്ഷേ എൻ്റെ അകത്ത് വന്ന ആ ദൈവസാന്നിധ്യം എന്നെ നിർബന്ധിച്ചു, ഈ ഒരു കാര്യത്തിനകത്ത് നിർബന്ധിച്ചു. പെട്ടെന്ന് ഞങ്ങളൊരു സ്ഥലം കണ്ടെത്തി പ്രയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എന്നും പറയാം, ലൈഫിൽ അച്ചടക്കവും ചിട്ടയും ഉണ്ടാകാൻ നമുക്ക് ജീവിതത്തിൽ ആദ്യം വേണ്ടത്, തീർച്ചയായിട്ടും നമുക്ക് അത്യാവശ്യം വേണ്ടത് ദൈവത്തോട് അടുക്കാന്നുള്ളത്. ദൈവത്തിന്റെ ക്രമീകരണമാണ് പിന്നെ നമ്മുടെ ജീവിതത്തെ പടിപടിയായിട്ട് അടുക്കിലും ചിട്ടയിലും കൊണ്ടുവരാനുള്ളത്. ഇപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു ലീഡർഷിപ്പ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവിടെയാണ്. ഞാൻ പ്രെയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ കോളേജിലുള്ള ഫ്രണ്ട്സിനെ എല്ലാം ആ പ്രെയർ ഗ്രൂപ്പിലേക്ക്, എല്ലാ ചൊവ്വാഴ്ചയും നടക്കുന്ന പ്രെയർ ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. ആരും വരത്തില്ല, എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യും. ഒരാഴ്ച നടന്ന എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യും, ആരും വരുന്നില്ല. എനിക്ക് ലാസ്റ്റ് ഒരാളെ കൂട്ട് കിട്ടിയത് AG-യിലുള്ള മറ്റൊരു പാസ്റ്ററുടെ മകനെ. ഞങ്ങൾ 2 പേരും വിശ്വാസികളാണ്. ഞങ്ങൾ 2 പേരും അതിനകത്ത് വരും, ഇങ്ങനെ ഇരിക്കും. ജിഫിച്ചാനോ അല്ലെങ്കിൽ ICPF എന്നുള്ള ആരെങ്കിലോ വരും, അവര് ആ മീറ്റിംഗ് ലീഡ് ചെയ്യും, പോകും. ഇതിങ്ങനെ യാന്ത്രികമായിട്ട് തുടർന്നുകൊണ്ടേ, ഒരു ഔട്ട് ബ്രേക്കോ ഒന്നും ഉണ്ടാവുന്നില്ല. ഞങ്ങൾക്കെല്ലാം 2ാം ശനിയാഴ്ച ജിഫ്റ്റാന്റെ വീട്ടിൽ വെച്ചിട്ട് ഗ്രൂപ്പുകൾ പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടത്തുന്ന കുട്ടികളെല്ലാം കൂടി വന്നിട്ടൊരു പ്രെയർ ഉണ്ട്, ലീഡർഷിപ്പ് പ്രെയർ ഉണ്ട്, എല്ലാ സെക്കൻഡ് സാറ്റർഡേ.
ഈ മീറ്റിങ്ങിൽ ഒരു ദിവസം ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു, ഞങ്ങളുടെ ഒരു സീനിയർ ലീഡർ, അതൊരു ലേഡിയാണ്, ഒരു ചേച്ചിയാണ്. ആ ചേച്ചി അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിച്ചിട്ടാണ് പോകുന്നത്. ഉപവസിക്കുന്നതിന്റെ റീസൺ വേറെ ഒന്നല്ല, പുള്ളിക്കാരി നടത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പിൽ എല്ലാവരും വരണം. അതുകൊണ്ട് എന്തോ സംഭവിച്ചെന്നറിയാം, പുള്ളിക്കാരിയുടെ ക്ലാസ്സിലുള്ള കംപ്ലീറ്റ് ആൾക്കാരും, അത് പല വിശ്വാസത്തിലുള്ളവർ, ഒരാൾ വിടാതെ ആ പ്രയർ ഗ്രൂപ്പിൽ വരായിരുന്നു. പുള്ളിക്കാരുടെ ആ വിശ്വാസം ഭയങ്കര തീക്ഷ്ണമായിരുന്നു. ഈ അനുഭവം ജീവിച്ചാൻ ഷെയർ ചെയ്തിട്ട് എല്ലാവരോടും പറഞ്ഞു, നിങ്ങളും നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിച്ചിട്ട് പോകണം. ഈ പ്രയർ ഗ്രൂപ്പ് തന്നെ കഷ്ടപ്പെട്ടാണ് നമ്മൾ നടത്തുന്നത്. ഇനി അതിന്റെ കൂടെ അടുത്ത നിയമം വരുമോ എന്തോ, ആഴ്ച ഒരു ദിവസം ഉപവസിച്ചിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണം. എന്നാലും അത് നല്ലൊരു തോട്ടായിട്ട് തോന്നി. ഞാൻ പറയുന്നേ, നമുക്കൊരു മെന്റർ ഉണ്ടായിരിക്കണം എപ്പോഴും, കേട്ടോ. എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, നമുക്കൊരു മെന്റർ ഉണ്ടായിരിക്കണം. ആ മെന്റർഷിപ്പിൽ നിൽക്കുന്ന ആളുകൾ നമുക്ക് തരുന്ന അഡ്വൈസസും നമുക്ക് തരുന്ന കാര്യങ്ങളും പ്രയാസമുള്ളതായിരിക്കും. ട്രെയിനിങ് എപ്പോഴും ഭയങ്കര ടഫാണ്. നമ്മൾ ഒരാളുടെ കീഴിൽ ട്രെയിനിങ്ങിന് നിൽക്കുമ്പോൾ അദ്ദേഹം നമുക്ക് തരുന്ന പരിശീലനം എപ്പോഴും ഭയങ്കര ടഫായിരിക്കും. പക്ഷെ നമ്മൾ അത് ത്രൂയിലൂടെ പോയെങ്കിൽ മാത്രമേ തികഞ്ഞ ഒരു ശിഷ്യനായിട്ട് പുറത്തു വന്ന് നമുക്ക് മറ്റുള്ളവർക്ക് ബ്ലെസ്സിങ് ആകാൻ പറ്റത്തുള്ളൂ. അത് ഭയങ്കര ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാനും എല്ലാ തിങ്കളാഴ്ചയും ഉപവസിക്കാൻ തുടങ്ങി. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. ഈ പട്ടിണി ഇരുന്ന് സ്കൂളിൽ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു. ഈ ഓരോ പീരീഡ് കഴിയുമ്പോഴും വയറ്റിനകത്തുനിന്ന് ഇങ്ങനെ അലാറം വരും, നമ്മൾ പട്ടിണി ഇരിക്കുമല്ലോ. ഈ അലാറം വരുന്ന സമയത്ത് പെട്ടെന്ന് ഓർക്കുക, ഇന്നത്തെ ദിവസം ഉപവാസമാണല്ലോ. പെട്ടെന്ന് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കും, കർത്താവേ, ചൊവ്വാഴ്ച നടക്കുന്ന പ്രയർ ഗ്രൂപ്പിനായിരിക്കും ഫ്രണ്ട്സിനെ. ഞാൻ പറയട്ടെ, ഞാൻ അതുവരെ ക്ഷണിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം, നോ പറഞ്ഞവരെല്ലാം പതുക്കെ പതുക്കെ പ്രയർ ഗ്രൂപ്പുകളിൽ വരാൻ തുടങ്ങി. പല ഫെയ്ത്തിലുള്ള ആൾക്കാർ വരാൻ തുടങ്ങി. എൻ്റെ പല ഫ്രണ്ട്സ് ഈ ഗ്രൂപ്പിൽ വന്നിട്ട് കർത്താവിനെ രക്ഷാതാവായിട്ട് സ്വീകരിക്കുന്ന കാണാൻ കഴിഞ്ഞു. ഇന്ന് അവരെല്ലാം ഫെയ്ത്തിൽ ഉറപ്പായിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയാം, കോണ്ടാക്ട് ആരോടും ഇല്ല. പക്ഷെ പല ആൾക്കാരെയും സാൽവേഷനിലേക്ക്, ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ ഈ പ്രയർ ഗ്രൂപ്പിലൂടെ സാധിച്ചു. അത് മാത്രമല്ല, ഇത് ഒരു സൈഡിൽ നടക്കുന്ന ഒരു എഫക്ട്. രണ്ടാമത്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഭയങ്കര ചേഞ്ച് ഉണ്ട്. എൻ്റെ സ്വന്തമായിട്ടുള്ള തുണി ഞാൻ അലക്കത്തില്ലായിരുന്നു. എൻ്റെ ബുക്കും പുസ്തകവും ഒന്നും ഞാൻ തന്നെ അടുക്കി വെക്കത്തില്ലായിരുന്നു. മര്യാദയ്ക്ക് പഠിക്കത്തില്ലായിരുന്നു. ഇതിനെല്ലാം ഇത് ലീഡർഷിപ്പിൽ വന്നപ്പോഴത്തേന് ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ടായി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ക്യാമ്പ് കഴിഞ്ഞ് വന്നിട്ട് ഈ വലിയ ചരുവം എടുത്ത് വെച്ചിട്ട് സോപ്പ് പൊടിയൊക്കെ കലക്കി തുണിയൊക്കെ ഇങ്ങനെ മുക്കി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കഴുകാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമോ. ഇതൊന്ന് കുറച്ചു നേരം ഒന്ന് നമ്മളിങ്ങനെ സോക്ക് ചെയ്ത് വെക്കുമല്ലോ. ഇച്ചിരി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദർ ഇങ്ങനെ വന്നിട്ട് ചരുവത്തിലൊക്കെ നോക്കിയിട്ട് എന്നെ നോക്കിയിട്ട് ആകാശത്തോട്ടൊക്കെ നോക്കിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ ട്രോളാൻ എന്തോ പരിപാടിയാണെന്ന് മനസ്സിലായി. ഞാൻ എന്താ പറ്റുമോ അപ്പൊ, അല്ല നീ എന്താ പരിപാടി? ഞാൻ പറഞ്ഞു, തുണിയൊക്കെ ഒന്ന് അലക്കാനുള്ള പരിപാടിയാണ്. നീയോ? ഞാൻ തുണി അലക്കെ. പുള്ളി പറയാ, കാക്ക മലന്ന് പറക്കുന്ന ലക്ഷണമുണ്ട്. ഞാൻ കാക്ക വല്ലതും മലന്ന് പറക്കുന്നുണ്ടോ എന്ന് നോക്കുക. എല്ലാവർക്കും സർപ്രൈസ് ആയിപ്പോയി. രണ്ടാമത്, സ്റ്റഡീസിൽ ഭയങ്കര ചേഞ്ചസ് ഉണ്ടായി. 10ാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സിൽ നിന്ന് ബാക്കിൽ നിന്ന് എടുത്താൽ ചിലപ്പം എനിക്ക് 1ാം സ്ഥാനം കാണും. മാത്സിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫൈറ്റ് ചെയ്തു. 100ൽ 98 മാർക്ക് കുറവായിരുന്നു, ബാക്കി കറക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടുമായിരുന്നു. എല്ലാ ടേം എക്സാമിനേഷനും മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 100ൽ 98 കുറവായിരുന്നു. ബാക്കി എത്രയാണെന്ന് നിങ്ങൾ ഇതിങ്ങനെ അലങ്കരിച്ച് പറഞ്ഞെങ്കിൽ അതിന്റെ ഭംഗി ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ എൻ്റെ കറക്റ്റ് മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇതാകുമ്പോൾ നിങ്ങളൊന്ന് ഊഹിച്ചെടുത്താൽ മതി. ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ +1 സ്റ്റാർട്ട് ചെയ്തു, പ്രയർ ഗ്രൂപ്പിൽ ലീഡർഷിപ്പ് കൊടുക്കാൻ തുടങ്ങി. പഠിക്കണമെന്നും മനസ്സിൽ ഭയങ്കര ആഗ്രഹം. വീട്ടിൽ വന്നാലും സമയം കളയാതെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ പരിശ്രമിക്കാൻ തുടങ്ങി. എക്കണോമിക്സ് അതിനകത്ത് കണക്കും കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഓണപ്പരീക്ഷയ്ക്ക് സാറ് പേപ്പറുമായിട്ട് ക്ലാസ്സിലേക്ക് വന്നപ്പോൾ, പ്രത്യേകിച്ച് ഈ എക്കണോമിക്സിന്റെ സാറ് വരുന്ന സമയത്ത്, നെഞ്ചിനകത്തോടെ ആ സമയത്ത് ഒരു ഇടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടി നടക്കുക. 10ാം ക്ലാസ്സിൽ കണക്ക് സാറ് കയറി വരുന്ന ഓർമ്മയാണ്. ഇനി എന്തൊക്കെ ഇവിടുന്ന് കേൾക്കണമെന്നും അറിയത്തില്ല. നോക്കിയപ്പോ എല്ലാവർക്കും മാർക്ക് ഇങ്ങനെ 18 നിൽക്കുന്നു, 20 നിൽക്കുന്നു, അങ്ങനെയൊക്കെ നിൽക്കുന്നുള്ളൂ. എന്റെ പേപ്പറാണെങ്കിൽ വരുന്നുമില്ല. ഇത് ഈ സാറ് മാർക്ക് ഇങ്ങനെ ഉള്ളതിനനുസരിച്ച് കൊടുക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്കുള്ള ആളുടെ പേപ്പർ ലാസ്റ്റ് തരാനെങ്ങാണ്ട് സാറ് വെച്ചേക്കുക. സെക്കൻഡ് ലാസ്റ്റ് ആളെ വിളിച്ചപ്പോഴും ഒരു 22 മാർക്ക്. അപ്പൊ എനിക്ക് സമാധാനമായി, ലാസ്റ്റ് എന്റെ പേപ്പറാണ്, അപ്പൊ അതിനൊരു 25 എല്ലാം കാണും എന്നുള്ള രീതി. എന്തായാലും ജയിച്ചു. മാത്സ് പണ്ട് തോക്കുമായിരുന്നു, ഇപ്പം ജയിച്ചു. അത്ര ഒരു സമാധാനത്തിൽ ഇരിക്കുക. സാർ എന്നെ മുമ്പിൽ വിളിച്ചു, പേപ്പർ തന്നു. പേപ്പറും കൊണ്ട് ഞാൻ തിരിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ വന്നിരുന്നു. പേപ്പറിൽ നോക്കി ഞാൻ വണ്ടറായിപ്പോയി. എനിക്ക് ഓൾ ഓഫ് എ സഡൻ ഞാൻ ചെയ്തത് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. ആ ക്ലാസ് റൂമിൽ ഇരുന്നു
എന്റെ ഫ്രണ്ട്സ് ഇരിക്കുന്നത് ഒന്നും ഞാൻ നോക്കിയില്ല, ഭയങ്കരമായിട്ട് കരയുന്നത്. എന്റെ അടുത്തിരുന്ന അരുൺ എന്ന് പറഞ്ഞ എന്റെ കൂട്ടുകാരൻ എന്റെ ആൻസർ ഷീറ്റ് വാങ്ങിയിട്ട് ഇത് നോക്കിയിട്ട് എന്തുവാടാ കരയുന്നേ? അവനെ പെട്ടെന്ന് പേപ്പർ തട്ടിപ്പറിച്ചിട്ട് ഒന്നുകൂടെ നോക്കിയിട്ട് അവൻ പറഞ്ഞു, അയ്യേ 2 മാർക്ക് പോയതിനാണോ നീ ഇരുന്ന് കരയുന്നത്? അവൻ ടോട്ടൽ 50-ൽ 48 മാർക്ക് ഞാൻ സ്കോർ ചെയ്തു. അപ്പൊ അവൻ കരുതിയത് ഞാൻ 2 മാർക്ക് ഇല്ലാത്തതിന് ഇരുന്ന് കരയുവാണ്. ശരിക്കും സംഭവം അതല്ല. എങ്ങനെ ദൈവമേ ഈ 48 കിട്ടിയെന്ന് ഓർത്തിരുന്ന് ഞാൻ കരയുക. അവിടുന്ന് അങ്ങോട്ട് ഭയങ്കര ഒരു ഔട്ട് ബ്രേക്ക് ആയിരുന്നു എന്റെ അക്കാഡമിക്സിൽ ദൈവം തന്നത്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഞാൻ ബ്രില്യൻ്റ് അല്ല, ഞാൻ പഠിക്കാൻ മോശമാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ചിരുന്ന ഒരാളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്ന 3 ഡിഗ്രീസ് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. 3 ഡിഗ്രീസ്. ഒരെണ്ണം എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയാം. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, +1 ഞാൻ അഡ്മിഷൻ എടുത്ത് ഈ പാരലൽ കോളേജിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു ദൈവത്തിന്റെ ദാസൻ എന്നോട് പ്രവചനം പറഞ്ഞു, നീ 1-ൽ കൂടുതൽ ഡിഗ്രികൾ ഹോൾഡ് ചെയ്യും. ഞാനത് കേട്ടപ്പോൾ മനസ്സിൽ ചിരിച്ചു, ഒരെണ്ണം തന്നെ എടുത്താൽ മതിയായിരുന്നു. പക്ഷേ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയും പ്ലാനും ഉണ്ട്. അതിലേക്കാണ് ദൈവം നമ്മളെ എത്തിക്കുന്നത്. എനിക്ക് ഇതുവരെ എൻ്റെ ലൈഫിൽ നടന്ന ഈ സംഭവങ്ങളൊന്നും കൂട്ടി വായിച്ച് എങ്ങോട്ടാ ദൈവം എന്നെ ലീഡ് ചെയ്യുന്നൊന്നും മനസ്സിലായില്ല. പക്ഷേ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയുടെ ഇടയിലേക്ക് ഒരു സ്ഥിരമായിട്ടുള്ള കോളിംഗ് ദൈവം എനിക്ക് തരുന്നുണ്ടെന്നുള്ളത് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പുകളായിരുന്നു ഈ സംഭവിച്ചതെല്ലാം. ഇനിഷ്യൽ സ്റ്റേജിൽ ഞാൻ എൻ്റെ കോളേജിൽ മാത്രം പ്രയർ ഗ്രൂപ്പ് നടത്തിയിരുന്നെങ്കിൽ ക്രമേണ ഞങ്ങളുടെ ലീഡർഷിപ്പ് എന്നോട് ആവശ്യപ്പെട്ടു, നിന്റെ കോളേജ് കൂടാതെ മറ്റുള്ള കോളേജുകളിലും പോയിട്ട് പ്രയർ ഗ്രൂപ്പുകൾ നീ ലീഡ് ചെയ്യണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പുനലൂരുള്ള ചെമ്മന്തൂർ സെന്റ് തോമസ് സ്കൂളിന്റെ ICPF പ്രയർ ഗ്രൂപ്പ്, കാലക്രമേണ ഗവൺമെന്റ് HSSന്റെ പ്രയർ ഗ്രൂപ്പ്, ചാപ്റ്റർ കോളേജ് എന്ന് പറഞ്ഞിട്ടൊരു പാരലൽ കോളേജ് ഉണ്ട്, അതിന്റെ പ്രയർ ഗ്രൂപ്പ്. ഇങ്ങനെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടാതെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ പ്രയർ ഗ്രൂപ്പ് ഞാൻ പഠിക്കുന്ന സമയത്ത് ലീഡ് ചെയ്യാനും കണ്ടക്ട് ചെയ്യാനും ദൈവം എനിക്ക് കൃപ തന്നു. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാം പ്രയർ ഗ്രൂപ്പ് എപ്പോഴാണെന്നറിയോ? നമ്മുടെ ലഞ്ച് ബ്രേക്കിന്റെ സമയത്താണ്. എല്ലാ ഫ്രണ്ട്സും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ മുമ്പ് ഞാൻ എൻ്റെ ഭക്ഷണം ബാഗിൽ തന്നെ വെച്ചുകൊണ്ട് പ്രയർ ഗ്രൂപ്പുകൾ നടത്താൻ ഞാൻ ഓടും. ആ സ്ഥലത്ത് പ്രയർ ഗ്രൂപ്പ് നടത്തുമ്പോൾ എനിക്ക് ½ ആൻ അവറേ ഉള്ളൂ ബ്രേക്ക് ടൈം. ഈ സമയത്തിന് എനിക്ക് തിരിച്ചു കയറുകയും വേണം. തിരിച്ചു വരുമ്പോഴത്തേന് ഭക്ഷണം കഴിക്കുന്ന സമയം കഴിയും. പല ദിവസങ്ങളിലും പട്ടിണിയായിരുന്നു. ഭക്ഷണം കഴിക്കാതെ തന്നെ ഓടി നടന്ന് ഈ ഗ്രൂപ്പുകളെല്ലാം ചെയ്തു. ഒന്നും നഷ്ടമായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ജീവിതത്തിൽ ഞാൻ അനുഭവിക്കാത്ത ഭക്ഷണങ്ങളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു നല്ല പ്രായം ദൈവത്തിന് വേണ്ടിയിട്ട് അങ്ങനെ സ്പെൻഡ് ചെയ്തത് കൊണ്ടൊന്നും നഷ്ടമില്ല. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാചകം അത് അർത്ഥവത്താണ്, ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലകളിൽ ദൈവം നമ്മളെ ബ്ലെസ് ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട മറ്റൊരു സ്ട്രഗിളോട് അത് ഭയങ്കര ഒരു എൻകറേജ്മെന്റ് ആണ്. പ്രത്യേകിച്ച് ഈ സാമ്പത്തികം നോക്കുന്ന ആളുകൾ എപ്പോഴും അവരുടെ സ്വപ്നം വലുതാണ്, പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാമ്പത്തികം ഭയങ്കര കുറവാണ്. ചില കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ പറയാം, അച്ഛാ എനിക്ക് MBBS പോകണം, പക്ഷെ എൻ്റെ വീട് കണ്ടോ, എൻ്റെ സർക്കംസ്റ്റൻസ്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, എൻ്റെ ഡ്രീം അതാണ്, പക്ഷെ എനിക്ക് അവിടെ എത്താൻ പറ്റത്തില്ല. ഞാൻ അവരോട് എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമുണ്ട്, നമ്മുടെ കർത്താവ് കല്ലറയിൽ അകപ്പെട്ട് ഇപ്പോഴും കല്ലറ അടഞ്ഞു തന്നെ കിടക്കുവാണോ? അതോ നമ്മുടെ കർത്താവ് കല്ലറയിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ടോ? നമ്മുടെ കർത്താവ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഇനഫ് അല്ലേ? അതോ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഐ ഹാവ് ബിഗ് പ്രോബ്ലം എന്നാണോ പറയണ്ടേ? അങ്ങനെയല്ല. എപ്പോഴും പറയാൻ ശ്രമിക്കേണ്ടത് ഐ ഹാവ് എ ബിഗ് ഗോഡ്, എനിക്കൊരു വലിയ ദൈവം ഉണ്ടെന്ന, അതിശയത്തിന്റെ വഴികൾ തുറക്കുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന് പറയാനായിട്ട് പഠിക്കണം. +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയം ഞങ്ങളുടെ വീട്ടിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി നടക്കും. എങ്ങനെ ഡിഗ്രി പഠിക്കണം എടുക്കണം ഒന്നും അറിയത്തില്ല. ഭയങ്കരമായിട്ട് ഫിനാൻഷ്യൽ സ്ട്രഗിൾ. എൻ്റെ ട്വിൻ സിസ്റ്ററിന് ആ സമയത്ത് നഴ്സിംഗ് അഡ്മിഷൻ റെഡിയായി, അവൾക്ക് പോകണം. ഇളയ സിസ്റ്ററും ആ സമയത്ത് പഠിച്ചു കയറുന്നു. പപ്പയുടെ ആ ഒരു ചർച്ചിന്റെ വരുമാനം വെച്ച് ഞങ്ങളെ ലീഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പഠിച്ച ആ കോളേജിൽ തന്നെ ചെന്ന് ഞാൻ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തു. അവിടെ വലിയ സ്വഭാവ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പഠിച്ചതുകൊണ്ടും കുഴപ്പമില്ലാതെ പഠിച്ചതുകൊണ്ടും സാറുമാർ എനിക്ക് അഡ്മിഷൻ ഫീസോ അഡ്വാൻസ് ഫീസോ ഒന്നും വാങ്ങാതെ തന്നെ അഡ്മിഷൻ തന്നു. ഓരോ മാസവും ഫീസ് അടയ്ക്കാനുള്ള ആൾക്കാരുടെ പേര് വായിക്കുമ്പോഴെല്ലാം എല്ലാ മാസവും എൻ്റെ പേരുണ്ട്. ഞാനിങ്ങനെ അത് നോക്കും, വിഷമിച്ചിരിക്കും. ഓരോ മാസവും ചെന്ന് സാറിനോട്, ഞങ്ങളുടെ കാഷ്യറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മുസ്ലിം സാറാണ്, സാറിനോട് ചെന്നിട്ട് ഞാൻ എപ്പോഴും പറയും, സാറേ പൈസ ഇപ്പോഴേ തരാത്തത് ഒന്നിച്ച് തരാനാട്ടോ. ഇത് പറയുമ്പോൾ സാർ എന്നെ വിടും. അപ്പൊ സാറിനൊരു വിശ്വാസമുണ്ട്, ഇവൻ എന്നും ഒന്നിച്ച് തരാനിരിക്കുക. തിരിച്ചിറങ്ങുന്ന എൻ്റെ മനസ്സിൽ ഞാൻ ചിരിക്കുക, ഒന്നിച്ചോ? ഈ ഒരു മാസത്തെ തികച്ച് പൈസ എടുക്കാനില്ല, അപ്പൊ എങ്ങനെ ഒന്നിച്ചു കൊടുക്കും? ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അന്ന് ഈ
ചെറിയ ആ ഒരു ഡിഗ്രി സ്റ്റാർട്ടിങ് സമയത്താണ് ഇതുപോലെ ചെറുതായിട്ട് പ്രസംഗിക്കാനൊക്കെ പല സ്ഥലങ്ങളിൽ പോയത്. അത് പ്രസംഗത്തിന്റെ മഹാത്മ്യം കൊണ്ടല്ല, അന്ന് കുറച്ചൊക്കെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിന് പ്രത്യേകത 17 വയസ്സുള്ള ഒരാൾ പ്രസംഗിക്കുന്ന കേൾക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചുമ്മാ വിളിക്കും. പറയുന്നത് എന്തോ ആയിക്കോട്ടെ, പക്ഷെ 17 വയസ്സുള്ള ഒരാളെ പ്രസംഗിക്കും. ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് പ്രസംഗമൊന്നും അത്ര വലിയ കാര്യമായിട്ടൊന്നുമില്ല. അത് എനിക്ക് തന്നെ സെൽഫ് ഇപ്പോഴും ഞാൻ പ്രസംഗിച്ച് എന്തൊക്കെയാന്ന് ഓർക്കും എനിക്ക് ഭയങ്കര ചമ്മലുണ്ട്. ഇങ്ങനെ ഒരു വീട്ടിൽ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രസംഗിച്ചിട്ട് ഞാനിങ്ങനെ ഉച്ചയ്ക്ക് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ വീട്ടിലെ ആന്റിയുടെ സിസ്റ്റർ, പുറത്ത് വിദേശത്ത് ഒരു രാജ്യത്തുള്ള ഒരു ആന്റി, ഞാൻ ആ സ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞിട്ട് ഫോണിൽ കൂടെ എന്നോട് സംസാരിച്ചിട്ട് ഫോണിൽ കൂടെ കുറെ നേരം വിശേഷങ്ങളൊക്കെ ചോദിച്ചു പറഞ്ഞിട്ട് ആന്റി എന്നോട് പറഞ്ഞു, മോനെ നിന്റെ നമ്പർ എനിക്ക് തരണം, വല്ലപ്പോഴും ഒക്കെ ഞാൻ വിളിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ നമ്പർ കൊടുത്തു. കുറച്ച് നാളുകൾക്ക് ശേഷം ഞാനിങ്ങനെ ഞങ്ങളുടെ പാഴ്സനേജ് അന്ന് വലിയ സൗകര്യം ഇല്ലാത്തൊരു പാഴ്സനേജാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അതുകൊണ്ട് ഹാളിൽ ഇരുന്നാണ് ഞാൻ പഠിക്കുന്നത്. ഹാളിലെ ടേബിളിൽ ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് എൻ്റെ അന്നത്തെ ഒരു പഴയ നോക്കിയയുടെ ഫോണുണ്ട്. അതെനിക്ക് ഈ ICPF ലീഡർ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാനും തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി പുള്ളി തന്നെ ഒരു സിമ്മ് തൊട്ട് എനിക്ക് തന്നേക്കുന്ന ഫോണാണ്. അത് ഞങ്ങൾ തമ്മിൽ കൂടുതൽ ഉപയോഗിക്കുന്ന, അല്ലാതെ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. എന്നാലും മീറ്റിംഗ്സിനൊക്കെ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു കാര്യം കൂടെ ഉണ്ട്. പെട്ടെന്നൊരു ഫോൺ കോൾ വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു പരിചയമില്ലാത്ത നമ്പർ. ആ നമ്പറിൽ ഞാൻ എടുത്ത് ഹലോ പറഞ്ഞപ്പം അന്ന് ഞാൻ സംസാരിച്ച ഈ ആന്റിയാണ്. ഫോണിൽ കൂടെ ആന്റിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഭയങ്കരമായിട്ട് എന്തോ ഒരു അസ്വസ്ഥത ആന്റിക്കുണ്ട്. അപ്പൊ ആന്റി തന്നെ പറഞ്ഞു, കുറച്ച് നാളായിട്ട് പനിയായിട്ട് പ്രയാസത്തിലിരിക്കുക, ജോലിക്കൊക്കെ പോയിട്ട് കുറച്ച് നാളായി മോനെ എന്ന് പറഞ്ഞു. ഞാൻ ആന്റിയോട് പറഞ്ഞു, എന്തോ എനിക്ക് പെട്ടെന്ന് അങ്ങനെ പറയാൻ തോന്നി. ഇത് കഴിഞ്ഞിട്ട് ആരും എൻ്റെ നമ്പർ എടുത്തിട്ട് എന്നെ ഈ ഒരു കാര്യത്തിനായിട്ട് വിളിക്കണമെന്നില്ല, ഞാനിത് എല്ലായിടത്തും എക്സ്ക്യൂസ് എടുക്കാറുണ്ട്. ആന്റി, ഞാൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ആന്റിയെ ദൈവം സൗഖ്യമാക്കും, ഇങ്ങനെ അങ്ങ് ഫെയ്ത്തിൽ പറഞ്ഞു. എന്നിട്ട് ഞാൻ എനിക്ക് അറിയുന്ന പോലെ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2 ദിവസം കഴിഞ്ഞ് ആന്റി എന്നെ തിരിച്ചു വിളിച്ചു. പ്രാർത്ഥനയിൽ സൗഖ്യം സംഭവിച്ചെന്നും ആന്റിക്ക് അത് ഭയങ്കര ആശ്വാസമായിരുന്നു. ഞാൻ അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞ്, രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എന്നെ ഫോൺ എടുത്ത് തിരിച്ച് വിളിക്കണ്ട. ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ട് പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടിയ ഒരേ ഒരാൾ ആ ആന്റിയാണ്. അതിനുശേഷം ഞാൻ ഒത്തിരി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആരും ഇങ്ങനത്തെ അനുഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അത് ചിലപ്പം ദൈവം ചെയ്തത് ഞാൻ ഇനിയും പറയുന്ന ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും. കുറച്ചുനാൾ ശേഷം ആന്റി വീണ്ടും എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, മോനെ, ഞാൻ ഇങ്ങനെ ഇരിക്കും ചിന്തിച്ചപ്പോൾ നിനക്കൊരു ഗിഫ്റ്റ് തരണമെന്ന് തോന്നി. ഞാനൊരു ഗിഫ്റ്റ് എൻ്റെ മോളുടെ അടുത്ത ദിവസം മോൻ കോളേജിൽ പോകുമ്പോൾ അവൾ അവിടെ കാണും, മോന്റെ കോളേജിന് മുമ്പിൽ കാണും, അവളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കണമെന്ന് പറഞ്ഞു. ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെന്തോ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആന്റി പുറത്ത് വിദേശത്ത്, അപ്പോൾ എന്തെങ്കിലും ചോക്ലേറ്റ്സോ സംതിങ് കൊടുത്തു വിടുമായിരിക്കും. ഇത് പ്രതീക്ഷയാണ് ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. അടുത്ത ദിവസം രാവിലെ ഞാൻ ചെല്ലുമ്പോൾ കറക്റ്റ് ആ പെൺകുട്ടി അവിടെ ഉണ്ട്. അവള് ഒരു എൻവലപ്പ് എന്നെ ഏൽപ്പിച്ചിട്ട് അവൾ അങ്ങ് പോയി. ഞാൻ എൻവലപ്പ് തരേണ്ട കാര്യം എന്തോ, അപ്പൊ ഞാൻ കരുതി, ഓ ഇത് ആന്റി ചെറിയ എന്തോ ഒരു എമൗണ്ട് ഗിഫ്റ്റ് തന്നേക്കോ എന്നുള്ള ധാരണയിൽ ഞാൻ കോളേജിലോട്ട് ഇറങ്ങുമ്പോൾ ഇതൊന്ന് തുറന്നു നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. 1 ഇയർ എനിക്ക് എത്ര രൂപയാണോ കോളേജിൽ ഫീസ് ആവുന്ന ആ എമൗണ്ട് മൊത്തം ആ എൻവലപ്പിനകത്ത് ഇരിക്കുക. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഭയങ്കര സന്തോഷം. ഞാൻ ഒത്തിരി പേരുടെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. കരുതുന്നൊരു ദൈവമുണ്ട്, നിങ്ങൾ അറിയാത്ത വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കും, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ലൈഫിൽ ആദ്യമായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുക. ഞാൻ ഓടി ഓഫീസ് റൂമിൽ കയറി എൻ്റെ കാഷ്യർ സാറിൻ്റെ അടുത്ത് എമൗണ്ട്, അന്നേരം 6ാമത്തെ 7ാമത്തെ മാസം ആയിട്ടുള്ളൂ. 10 മാസമാണ് ഞങ്ങൾക്ക് ക്ലാസ്. സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ ഹോൾ എമൗണ്ട് അടച്ചോളൂ. അപ്പൊ സാർ എന്നെ നോക്കിയിട്ട് പറയാം, അപ്പൊ നീ മുഴുവൻ കാശ് തരാന്ന് പറഞ്ഞ ഉള്ളായിരുന്നല്ലേ. അപ്പൊ സാറിനും കുറെ മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേനും ഒരു അവിശ്വാസം പോയി. എന്തായാലും ദൈവം കരുതുന്നവനാണെന്ന് ഇതിനകത്തോടെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. ഈ ഡിഗ്രി 3 വർഷവും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആദ്യത്തെ വർഷം ഞാൻ 7ാമത്തെ മാസം ഫീസ് അടച്ചെങ്കിൽ അടുത്ത 2 വർഷം ഇതേ ആന്റി തന്നെ. ആ ആന്റി പുനലൂര് ഇടമണ്ണുകാരിയാണ്. ആ ആന്റി എല്ലാ വർഷവും എൻ്റെ കോളേജ് തുടങ്ങുന്ന വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ എനിക്കുള്ള ഫീസ് ഫുൾ എമൗണ്ട് മക്കളെ ആരുടെയും കയ്യിൽ, 3 മക്കളുണ്ട്, അതിൽ ആരുടെയും കയ്യിൽ കൊടുത്തു വിട്ടിട്ട് ഞാൻ അടുത്ത വർഷങ്ങളിൽ ആ കോളേജിൽ പഠിച്ചത് അഡ്വാൻസ് ഫീസ് അടച്ചൊരു വിദ്യാർത്ഥിയായിട്ടാണ് ഞാൻ പഠിച്ചത്. ദൈവത്തിന് വേണ്ടിയിട്ട് നിന്നാൽ ദൈവം ഒരു കാര്യത്തിലും നമ്മളെ ലജ്ജിപ്പിക്കത്തില്ല. ദൈവത്തിന് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുത്താൽ ദൈവം എങ്ങും നമ്മളെ മാറ്റി നിർത്തത്തില്ല. ദൈവം കരുതുന്ന ദൈവമാണെന്ന് എനിക്ക് ആ ഒരു എൻ്റെ കൊച്ചു പ്രായത്തിൽ എനിക്ക് അനുഭവിക്കാൻ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ ഈ ഇരുന്ന് സംസാരിക്കുന്ന സമയം വരെ
ദൈവത്തിന്റെ പ്രൊവിഡൻസ് പല നിലകളിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഓരോ മാസങ്ങളിലും അതിശയമായിട്ട് ദൈവം നടത്തുന്ന ദൈവത്തിന്റെ വഴികൾ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഇടയിൽ അങ്ങനെ സുവിശേഷ വേല തുടർന്ന് വരുമ്പോഴാണ് 2019 വളരെ വ്യത്യസ്തമായ ഒരു കാൽവയ്പിലേക്ക് ദൈവം എന്നെ നയിച്ചു. 2018 ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അതുവരെ ക്യാമ്പുകളും കാര്യങ്ങളും ഒക്കെ നടത്തി ഇങ്ങനെ ഫുൾ ടൈം സ്റ്റേജിലും ഇങ്ങനൊക്കെ പോകുമ്പോൾ ദൈവം എന്നോട് പെട്ടെന്ന് പറയുമായിരുന്നു, ഇവിടെ നിന്നൊക്കെ മാറണം, നിന്നെ ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ശുശ്രൂഷ ഇതല്ല. പേഴ്സണലി ദൈവം എന്നോട് സംസാരിക്കുന്നു. ഞാൻ പോകുന്ന മീറ്റിംഗിൽ ദൈവദാസന്മാര് എന്ത് വചനം എടുത്ത് പ്രസംഗിച്ച് വരുമ്പോഴും ഇതുമായിട്ട് കോർ റിലേറ്റഡ് ആയിട്ട് സംസാരിക്കും. പെട്ടെന്നാണ് 2019 ഞാൻ എയിം എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ, ഇന്ന് നിങ്ങൾ എൻ്റെ പേരിനോട് ചേർത്ത് വായിച്ചു കാണും, എയിം സ്റ്റുഡൻറ് കൗൺസിലർ, അഗപ്പെ ഇന്റർനാഷണൽ മിഷൻ എന്നാണ് എയിമിന്റെ പൂർണ്ണരൂപം. 2016 തുടങ്ങിയൊരു പ്രസ്ഥാനമാണ്. ഈ മാർച്ച് 25 8ാമത്തെ വർഷം ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് മുമ്പോട്ട് പ്രവർത്തനങ്ങൾ കൊണ്ടുപോയത്. 2019 യാദൃച്ഛികമായിട്ട് ഇതിന്റെ ഒരു പ്രവർത്തകനെ കണ്ട് സംസാരിച്ച് ഈ പ്രവർത്തനങ്ങളെ പറ്റി ചോദിച്ചറിഞ്ഞപ്പോൾ ഈ ശുശ്രൂഷയുടെ ഭാഗമാകണം എന്ന് ദൈവം എൻ്റെ ഹൃദയത്തിൽ ഹേമിച്ചു. ഈ ശുശ്രൂഷ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സമൂഹത്തിൽ നിർധനരായ കുഞ്ഞുങ്ങൾ, വളരെ പാവം പിടിച്ച കുഞ്ഞുങ്ങളെ കണ്ടെത്തിയിട്ട് അവർക്ക് ഓരോ മാസവും ചെറിയൊരു സഹായം സാമ്പത്തികം കൊടുത്ത് അവർക്ക് വിദ്യാലയങ്ങളിൽ പോകാനായിട്ട് സഹായിക്കാം. ഇത് എനിക്ക് ഭയങ്കര റിലേറ്റഡ് ആണ്. ഒന്ന്, എനിക്കറിയാം ഫീസ് അടയ്ക്കാതെ പഠിക്കുന്നതിന്റെ സ്ട്രഗിൾ എന്താണെന്ന് എനിക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ ഇടയിൽ അവരെ ശുശ്രൂഷിക്കാനായിട്ട് ദൈവം തരുന്നൊരു അവസരം 2019 ദൈവം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് കൈ കൊടുത്തു. ഇന്ന് വരെ ഈ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ നിലനിൽക്കുകയാണ്. ഇതിനകത്ത് പ്രവർത്തകരാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ കൂട്ടുപ്രവർത്തകരാണ് പ്രിയ ഷിബിനും ചാനും സ്റ്റെഫിയും ഒക്കെ. ഞങ്ങൾ ഒത്തിരി സഹോദരങ്ങളുണ്ട് പല സ്ഥലത്ത്. ഇവരാരും ഇപ്പൊ ഞാൻ ഇവരുടെ പേരൊക്കെ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ ആരും ഞങ്ങളുടെ പാർട്ട്നേഴ്സിനെയോ അങ്ങനെയുള്ളവരെ ഒന്നും വെളിപ്പെടുത്താറില്ല. ഇതിനകത്ത് പല ആൾക്കാരുണ്ട്. ഇതിനകത്ത് ഇപ്പൊ ഇരിക്കുന്ന ഒത്തിരി പേര് എയിം റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. ആരും റിവീൽ ചെയ്യാറില്ല. ശുശ്രൂഷ ഒരു കൈ ചെയ്യുന്നത് മറ്റേ കൈ അറിയരുതെന്നുള്ള താല്പര്യത്തിൽ തന്നെ ചെയ്യുന്നവരാണ്. 2016 ഈ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ 3 കുഞ്ഞുങ്ങൾക്ക് മാസം തോറും വിദ്യാഭ്യാസ സഹായം കൊടുത്തുകൊണ്ടായി ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഇന്ന് കഴിഞ്ഞ മാസം ഞങ്ങളുടെ ഓഫീസിൽ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യുന്ന മോളോട് ഞാൻ ചോദിച്ചു, മോളെ ലാസ്റ്റ് മന്ത് നമ്മൾ എത്ര പേരെ സപ്പോർട്ട് ചെയ്തു? അവൾ തന്ന മറുപടി 230 പേരെ നമുക്ക് സഹായിക്കാൻ കഴിയും. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ദൈവം എത്ര അതിശയത്തോടാണ് നടത്തുന്നത്. ഞാൻ ഈ എയിമിൽ വർക്ക് ചെയ്ത സമയത്ത് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു, എല്ലാവരും ഓക്കെയാണ്, കേരളത്തിലുള്ള എല്ലാവരും ഓക്കെയാണ്, ആർക്കും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ പ്രയാസമോ ഇങ്ങനെയൊക്കെ ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അല്ല, കേരളത്തില് ഒത്തിരി മാനസിക വ്യത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിലൂടെ പോകുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വേണ്ട രീതിയിൽ പഠനം ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒത്തിരി ചെറുപ്പക്കാരും തലമുറകളുമുണ്ട്. നമ്മൾ വിദ്യാഭ്യാസം മാത്രമാണ് കേട്ടോ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ എന്ത് ഗിഫ്റ്റ് ആർക്ക് കൊടുത്താലും ആ ഗിഫ്റ്റ് ഒക്കെ കാലഹരണപ്പെടും. ഞാനൊരു പേന കൊടുത്താലോ കുറച്ച് എമൗണ്ട് കൊടുത്താലോ ഇതൊക്കെ ഇവിടെ കൊണ്ട് തീരും. പക്ഷെ നമ്മൾ ഒരാളെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്ത് നോക്കിക്കേ, ഒരാൾക്ക് ഒരു വിദ്യാഭ്യാസം കൊടുത്ത് നോക്കിക്കേ, അത് അയാളുടെ ലൈഫ് ടൈമിൽ ഭയങ്കരമായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അവർക്ക് അതൊരു ബ്ലെസ്സിങ് ആയിരിക്കും. പേഴ്സണലി എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം, ഞങ്ങളെ സഹായിച്ച പല കുഞ്ഞുങ്ങളും ഞങ്ങളുടെ ഓഫീസിൽ തിരിച്ചു വന്നിട്ട് ഇന്ന് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളും ഈ പ്രവർത്തനത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ലോണുകൾ ഇതുവരെ അടച്ചു തീർന്നിട്ടില്ല, അവരുടെ പല ബുദ്ധിമുട്ടുകളും അവർ തീർത്തിട്ടില്ല. പക്ഷെ ഞങ്ങളും ഈ പ്രവർത്തനത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു എന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു. മാസം തോറും അവർക്ക് പറ്റുന്ന പോലെ അവര് ഓരോ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഇതിനകത്ത് ചേർത്ത് പറയാനായിട്ട് പറ്റും. ഞാൻ കുഞ്ഞുങ്ങളുടെ അനുഭവങ്ങൾ പറയുമ്പോൾ അവരുടെ പേരൊന്നും പറയത്തില്ല, അത് ക്ഷമിക്കണം. സ്ഥലവും കാര്യങ്ങളും പറയാം. പേര് പറയാത്തത് ഞങ്ങൾ അങ്ങനെ ആരെയും റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട്. ഇടുക്കിയിൽ ഞങ്ങളുടെ പ്രവർത്തകർ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിൽ അമ്മയും മോനും മാത്രം. അമ്മ ഗർഭിണിയായിരിക്കുമ്പോഴാണ് അറിയുന്നത് തൻ്റെ ഹസ്ബൻഡിന് മറ്റൊരു റിലേഷൻ ഉണ്ട്, ആ ബന്ധത്തിൽ വേറെ കുട്ടികളും ഭാര്യയായിട്ട് അയാൾക്ക് മറ്റൊരു സ്ഥലത്ത്. തകർന്നുപോയി ആ അമ്മ. ആ ആന്റി ആ സിറ്റുവേഷനിൽ അവിടെ നിന്ന് ഇറങ്ങി ഒറ്റയ്ക്ക് ഒരു വാടക വീട്ടിൽ വന്ന് താമസം ആരംഭിച്ചു.
മോൻ ജനിച്ചു 8ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുമ്പോഴും അതുവരെ ആന്റി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു പോകും. 8ാം ക്ലാസ്സിൽ മോൻ പഠിക്കുന്ന സമയത്ത് എന്തോ ആണ് നമ്മൾ അവിടെ ചെന്ന് ഈ കുടുംബത്തെ കാണുന്നതും ഈ കുടുംബത്തെ ഏറ്റെടുക്കുന്നത്. അതിനുശേഷം അവന് ഡിഗ്രി തലം, അവന് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ പഠിക്കുന്നിടം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങളുടെ പ്രവർത്തകർ അവരെ സപ്പോർട്ട് ചെയ്തു. ഇതിനിടയ്ക്ക് നമ്മുടെ സഹകരണം കൊണ്ടും നമ്മുടെ പ്രാർത്ഥന കൊണ്ടും ഈ കുടുംബം ഇടുക്കിയിലുള്ള ഒരു കുടുംബമാണ്. അവിടെ തന്നെ ഒരു കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോയി. അവർ ആ കൂട്ടായ്മയിൽ സ്ട്രോങ് ആയി. ആ മോന് കഴിഞ്ഞ വർഷം ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ കമ്പനിയിൽ അവന് ജോലി കിട്ടി. അവൻ ആ കിട്ടിയ ജോലിക്ക് അകത്ത് നിന്നുകൊണ്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവന്റെ പ്രവർത്തനങ്ങൾ നിമിത്തം അവന് റെമ്യൂണറേഷനിൽ ഇൻക്രിമെന്റ് ഉണ്ടായി. അവന് ഒട്ടനടി എയിമിന്റെ ഓഫീസിൽ വിളിച്ചിട്ട് പറഞ്ഞു വെച്ചാൽ എനിക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇങ്ങനെ അനുഗ്രഹമുണ്ട്, അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ സപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഈ കുഞ്ഞുങ്ങൾ ഇത് പറയുമ്പോൾ ഞാൻ അവരെ ഡിസ്കറേജ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, കുറച്ചും കൂടെ സാമ്പത്തികമായിട്ട് ചെയ്താൽ മതി. പക്ഷെ അല്ല, അവര് ആ ഉത്സാഹത്തിൽ തന്നെ അത് ആരംഭിക്കുകയാണ്. അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണാൻ വചനം പറയുന്നു. ഇതാണ് എയിമിന് മോട്ടിവേറ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇന്ന് എത്ര കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു മൂവ്മെന്റ് ഒരു ആശ്വാസമായി തീരുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഒത്തിരി പേർക്കുണ്ട്. 390-400 പുറത്ത് കുഞ്ഞുങ്ങളെ ഇതുവരെ വിദ്യാലയത്തിൽ എത്തിക്കാൻ എയിമിന് ആകെ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, ഒരിക്കല് ദൈവം വെച്ചിരിക്കുന്ന പർപ്പസ് തിരിച്ചറിഞ്ഞ് അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്തപ്പോൾ, ദൈവം ആ പർപ്പസിനകത്ത് ഉറപ്പിച്ചപ്പോൾ, ദൈവത്തിന്റെ കോൾ എന്താന്ന് റിയലൈസ് ചെയ്തപ്പോൾ ഇന്നൊരു രാത്രി ഉറങ്ങാൻ കട്ടിലിൽ ചെന്നിരിക്കുമ്പോൾ ഞാൻ സന്തോഷവാനാണ്. അതെന്റെ ബാങ്കിൽ കുറെ ബാലൻസ് ഉള്ളതുകൊണ്ട്, ഞാൻ കുറെ പ്രശസ്തനായതുകൊണ്ട് ഒന്നുമല്ല. ഓരോ ദിവസവും ഒരാളുടെയെങ്കിലും കണ്ണുനീരൊപ്പാൻ കർത്താവെ എൻ്റെ കരങ്ങളെയും കാലുകളെയും നീ ഉപയോഗിക്കുന്നല്ലോ എന്നുള്ള സംതൃപ്തിയാണ്. അതിനപ്പുറം മറ്റൊന്നും വേണം. എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയും, ട്രെൻഡ് അല്ല ശുശ്രൂഷ. വർഷിപ്പ് ലീഡിങ്ങും പ്രീച്ചിങ്ങും മാത്രമാണ് മിനിസ്ട്രി എന്ന് കരുതി ഇരിക്കരുത്. അല്ല കേട്ടോ. താഴേക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലാനും വിശന്നിരിക്കുന്നവർക്കും നഗ്നരായിരിക്കുന്നവർക്കും ആ നിരകളിൽ ശുശ്രൂഷിക്കാനും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, ഈ കർത്താവ് പറഞ്ഞൊരു ഉപമയ്ക്കകത്ത് അത് പ്രത്യേകം പറയുന്നുണ്ട്. ദൈവത്തിന്റെ അടുക്കൽ 2 കൂട്ടം ആൾക്കാർ ചെയ്തു. നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, ഭയങ്കര വീരപ്രവർത്തികൾ ചെയ്തു എന്നൊക്കെ അവർ പറയുമ്പോൾ, അവരുടെ മിനിസ്ട്രി ഭയങ്കരമായിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറയുമ്പോൾ, ദൈവം തിരിച്ച് അവരോട് പറയുന്നത് നിങ്ങളെ അറിയുന്നില്ല. പക്ഷെ അവരോട് തിരിച്ചൊരു കമന്റും കൂടെ പറയുന്നുണ്ട്. നഗ്നനായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, ഞാൻ വിശന്നിരുന്നപ്പോൾ നിങ്ങൾ എനിക്ക് ആഹാരം തന്നില്ല. ആരാ അങ്ങനെ ഇരിക്കുന്നത്? ഞാൻ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പ്രാക്ടിക്കൽ സൈഡ് ഭയങ്കര കുറവാണ്. ക്രിസ്ത്യാനിറ്റി പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു കാര്യം, അതിനകത്ത് കർത്താവ് പോലും വിഭാവന ചെയ്ത ശുശ്രൂഷ എന്താ? ഇല്ലാതിരിക്കുന്ന സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ കാണുകയും അവരുടെ സങ്കടത്തിൽ അവരെ ചെന്ന് കാണാൻ കഴിയുന്നത് ഭയങ്കര ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നീണ്ട വർഷങ്ങൾ ഇങ്ങനെ വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ നിൽക്കുകയാണല്ലോ. എൻ്റെ ഓർമ്മയിൽ 2007 തുടങ്ങി എൻ്റെ +1 പഠനം തുടങ്ങി ഞാൻ ഇന്ന് വരെയും സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയുടെ ഇടയിലാണ്. എന്നെ ഈ ശുശ്രൂഷയിൽ പ്രോത്സാഹിപ്പിച്ചവർ ഭയങ്കര ചുരുക്കമാണ്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ ചാനലിനെയൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുക. യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നുണ്ട്. അങ്ങനെ നിലകൊള്ളുന്ന ഒരു സമൂഹം കുറവാണ്. എന്നോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, ഈ ആക്ഷൻ സോങ്ങും പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഇച്ചിരൂടെ ഗൗരവമുള്ള ശുശ്രൂഷ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ ഗൗരവമുള്ള ശുശ്രൂഷ ഏതാണ്. നമ്മൾ ഈ ആക്ഷൻ സോങ്ങും പരിപാടിയും മാത്രമല്ല, തകർന്ന എത്ര കുഞ്ഞുങ്ങളുടെ ഹൃദയം അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനും സമയമെടുത്തു അവരുടെ ജീവിതത്തെയൊക്കെ പണിഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. ആ കഥകളിൽ ഒത്തിരി പേര് സക്സസ് ആയിട്ടുണ്ട്. നന്ദിയോടെ അവരൊക്കെ ഇന്നും നമ്മളെ ഓർക്കുന്നതും നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്നതും ഒക്കെ പേഴ്സണലായിട്ട് നമ്മളിങ്ങനെ വെച്ചേക്കുന്നതിന്റെ കാരണം അതൊക്കെ വ്യക്തിപരമായിട്ട് നമുക്കിടയിൽ പങ്കുവെച്ച കാര്യങ്ങളായതുകൊണ്ട്. ദൈവം മനുഷ്യന്റെ ഹൃദയത്തെ പണിയാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെറുപ്പക്കാരെ മാറ്റി നിർത്തരുത്, യൗവന സമൂഹത്തെ മാറ്റി നിർത്തരുത്. ഞാൻ എൻ്റെ ശുശ്രൂഷയുടെ അനുഭവത്തിൽ നിന്ന് പറയും, ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടാത്തൊരു സമൂഹമാണ് യൗവന സമൂഹം. യൗവനക്കാര്, കൗമാര പ്രായത്തിലുള്ളവർ ആശയക്കുഴപ്പത്തിലാണ്. ഏത് ശരി ഏത് തെറ്റെന്ന് ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഞാൻ മത്തായിയുടെ സുവിശേഷത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, കൊയ്ത്ത് വളരെ ഉണ്ട്,
വേലക്കാർ ചുരുക്കുക. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ഈ കൊയ്ത്ത് വളരെ കിടക്കുന്നത് സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയുടെ ഇടയിലാണ്. ബാക്കി എല്ലായിടത്തും എന്തൊക്കെയോ ഹാർവെസ്റ്റ് നടക്കുന്നുണ്ട്. പക്ഷെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി, യൂത്ത്സിനെ ഫോക്കസ് ചെയ്ത് ഒരു ഹാർവെസ്റ്റ് ഭയങ്കരമായിട്ട് ഭാരതത്തിൽ നടന്നല്ലേ പറ്റത്തുള്ളൂ. ഞാൻ ഈ പറയുന്ന ഉദാഹരണം നിങ്ങൾ മനസ്സിൽ കുറിച്ചിടണം. എപ്പോഴെങ്കിലും കണ്ണു തുറന്ന് നോക്കണം. നിങ്ങൾ നിങ്ങളുടെ ജംഗ്ഷനിൽ ഒരു 8 മണി തുടങ്ങി 9 മണി വരെ നിങ്ങളുടെ ജംഗ്ഷനിൽ സമയം ചിലവഴിച്ചാൽ നിങ്ങൾക്ക് കാണാം പല വർണ്ണത്തിലുള്ള യൂണിഫോം ഇട്ട വലിയൊരു കടല് പോലൊരു സമൂഹം ആ ജംഗ്ഷനിലൂടെ പാസ് ചെയ്തു പോകുന്നു. അവർ അവരുടെ സ്കൂളുകളിലേക്ക് പല പല യൂണിഫോം ഇട്ട കുഞ്ഞുങ്ങൾ കടല് പോലെ ഒഴുകുന്നത് കാണാം. ഏത് ജംഗ്ഷനിൽ നിന്നാലും നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച. വൈകുന്നേരം നിന്നോളൂ, ഒരു 4 മണിക്ക് ശേഷം 3:30-ക്ക് ശേഷം ഇതേ കാഴ്ച കാണാം. ഈ വിദ്യാർത്ഥി സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം പേരും യാത്ര ചെയ്യുന്നത് കർത്താവിനെ ഇല്ലാത്ത നിത്യനരകത്തിലേക്ക്. യേശുവിന്റെ സ്നേഹം ഒരിക്കൽ പോലും അറിയാത്ത വലിയൊരു സമൂഹമാണ് ഇവർ. ഇവരുടെ നടുവിൽ ഇവരെ ശുശ്രൂഷിക്കാൻ ദൈവം തരുന്ന അവസരം ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഏതെങ്കിലും നിലകളിൽ ശുശ്രൂഷയിലേക്ക് ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യും, നിങ്ങൾ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ പോകണം. വിദ്യാർത്ഥി സമൂഹത്തെ സേവിക്കണം. അവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളണം. അവരിൽ കർത്താവിന്റെ സ്നേഹം എത്തിക്കാനായിട്ട് പരിശ്രമിക്കണം. ദൈവം ഒരു ഉദ്ദേശപ്രകാരമാണ് നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നതും നമ്മളെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് നിലനിർത്തിയിരിക്കുന്നതും. അതുകൊണ്ട് നമ്മൾ സ്വയം ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിച്ച ഉദ്ദേശത്തിനകത്ത് ഞാനുണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ട്രെൻഡിന്റെ പുറകെ പോകരുത്. ഒരു ദേവദാസന് ദൈവം കൊടുത്തിരിക്കുന്ന ശുശ്രൂഷ എനിക്കും വെച്ചേക്കുന്നതാണെന്ന് ചിന്തിക്കരുത്. അത് ആ ദേവദാസന് വെച്ചിരിക്കുന്നത്. എനിക്ക് ദൈവമേ നീ എന്താ വെച്ചേക്കുന്നത്? ചിലപ്പോൾ നമ്മളെ ഒന്നും വേദികളിൽ കാണത്തില്ല, നമ്മളെ ഒന്നും പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ എപ്പോഴും കാണണമെന്നില്ല. അത് ദൈവം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ചെയ്തോട്ടെ. ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പ്ലീസ് ദൈവം ആഗ്രഹിക്കുന്നതിലേക്ക് നീങ്ങുക. ദൈവം ആഗ്രഹിക്കുന്ന ആ തലത്തിൽ നിന്ന് ദൈവത്തിന് വേണ്ടിയിട്ട് പ്രയോജനമുള്ള ഫലവത്താകുന്ന ആ ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഇത്രയും സമയം എന്നെ കേട്ടതിലും അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിലും നിങ്ങളുടെ സമയം ഇതിനായിട്ട് നന്നതിലും എല്ലാവരോടും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ആസാദി ചാനലിനോട് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നതിന്റെ പ്രിയപ്പെട്ടവരെ വീണ്ടും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഇതിനകത്തുനിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. വൺ ഓഫ് ദ തിങ്സ് ഐ വാസ് തിങ്കിങ്, ഞങ്ങളുടെ ഡൽഹി ക്യാമ്പ് ലാസ്റ്റ് ഇയറിൽ നടന്ന ഒക്ടോബറുടെ സമയത്ത് നടന്ന ഒരു ക്യാമ്പിൽ ഞങ്ങൾ ഷെയർ ചെയ്ത ഒരു കാര്യമാണ് ക്യാമ്പസ് മിനിസ്ട്രി എന്ന് പറഞ്ഞിട്ടൊരു കാര്യം. ദാറ്റ് വാസ് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് കർത്താവിനെ പറ്റി നമ്മളുടെ കൂട്ടുകാരോടോ നമ്മളുടെ ക്യാമ്പസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു സ്റ്റാർട്ടായിരുന്നു അത്. അതിൻ്റെ മുന്നേ ഞാനായാലും അങ്ങനെ ഒരു കാര്യത്തിനെ പറ്റി ചിന്തിച്ചോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഓൺവേർഡ്സ് ആ ക്യാമ്പസ് മിനിസ്ട്രീനെ പറ്റി, നമ്മുടെ ക്യാമ്പസിനെ പറ്റി, നമ്മുടെ ഫ്രണ്ട്സിനെ പറ്റി അവർക്ക് നമുക്ക് കിട്ടിയൊരു ഭാഗ്യം അവർക്ക് കിട്ടി കാണത്തില്ല. ആൻഡ് അപ്പോൾ കർത്താവിനെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വെരി ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. നമ്മുടെ കോളിംഗ് നമുക്കറിയണം. അതിനകത്തുനിന്ന് വലിയൊരു പാട്ടാണ് കർത്താവിൻ്റെ സുവിശേഷം ബാക്കിയുള്ളവരെ കൂടി അറിയിക്കാൻ വേണ്ടി നമ്മുടെ വലിയൊരു കോളിംഗ് ആണ്. സോ അത് നമ്മൾക്കിനിയും ആഴമായിട്ട് നമുക്ക് ചെയ്യണം. കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തിട്ട് കർത്താവ് ഇടപെടുന്ന രീതിയിൽ ആൾക്കാരോട് പോയി ഇടപെടാനും കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു ഓൾ ഫോർ ജോയിനിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.